Welcome everyone. This is your first session of corporate tax and VAT training. I'm your corporate tax trainer. So നമുക്ക് ഈ കോർപ്പറേറ്റ് ടാക്സ് ആണെന്നുണ്ടെങ്കിലും വാറ്റ് ആണെന്നുണ്ടെങ്കിലും ബേസിക്സ് നിന്ന് തുടങ്ങാം. എന്താണ് ടാക്സ്? എന്താണ് ടാക്സിന്റെ കോൺസെപ്റ്റ്? നമുക്ക് പല പബ്ലിക് സർവീസസും ഉണ്ടാവാറുണ്ട്. ലൈക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, കൺട്രിയുടെ ഡിഫൻസ് ആയിക്കോട്ടെ, പബ്ലിക് ഹോസ്പിറ്റൽസ്, പബ്ലിക് സ്കൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് റവന്യൂ റേസ് ചെയ്യണം. ഈ റവന്യൂ റേസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ടാക്സ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഒരു ടാക്സ് പേയർ എന്ന നിലയ്ക്ക് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആണ്. ഇത് മാൻഡറ്ററി ആയിട്ട് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കേണ്ട കാര്യമാണ്. ഇത് ടാക്സിൽ വരുന്നതാണ്. ഇപ്പൊ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ട്, എക്സൈസ് ടാക്സ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് ടാക്സും വാറ്റും ആണ്. ടാക്സിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്: ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. നമ്മുടെ ഇൻകത്തിന് മുകളിൽ ഡയറക്ട്ലി നമ്മൾ ഗവൺമെന്റിന് ഒരു പെർസെന്റേജ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലെവിഡ് ഓൺ ദ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മളൊരു ഗുഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പർച്ചേസ് പ്രൈസിന്റെ കൂടെ ആയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് സെല്ലറിനാണ് ആൻഡ് നോട്ട് ടു ദ ഗവൺമെന്റ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അത് ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇൻഡയറക്ട്ലി ആണ് അത് ഗവൺമെന്റ് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലൊരു സർട്ടൻ പെർസെന്റേജ് ആണ് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്നത്. സോ അതിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് മെയിൻലി നോക്കാനുള്ളത്: ഹൂ നീഡ്സ് ടു പേ, ഹൗ മച്ച്, ആൻഡ് ഹൗ ഈസ് ഇറ്റ് കാൽക്കുലേറ്റഡ്. സോ ഹൂ നീഡ്സ് ടു പേ എന്ന് പറയുമ്പോൾ ടാക്സ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. സോ അതിനൊരു ബേസിക് ക്രൈറ്റീരിയ ഉണ്ട്. സോ ടാക്സ് റെസിഡന്റ് ആരൊക്കെയാണ്? ജൂഡിക്കൽ പേഴ്സൺസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ UAE. ജൂഡിക്കൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ലീഗൽ എൻറ്റിറ്റി, അതായത് ഒരു കമ്പനി നമ്മൾ ആ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ ഒരു ലീഗൽ ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒബ്ലിഗേഷൻസും അതുപോലെ റൈറ്റ്സും കാര്യങ്ങളും വരും. സോ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് UAE-ലാണ്. നെക്സ്റ്റ്, ഫോറിൻ ജൂഡിക്കൽ പേഴ്സൺസ് എഫക്റ്റീവ്ലി കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ഇൻ UAE. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അപ്പം എഫക്റ്റീവ്ലി കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ്സ് ഫ്രീക്വൻലി നടക്കുന്നത് എവിടെയാണ്? UAE-ലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എഫക്റ്റീവ്ലി കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ഇൻ UAE എന്ന് പറയുന്നത്. സോ ഇപ്പം ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് കമ്പനി ആയിരിക്കും, പക്ഷെ അവിടെ ബോർഡ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് UAE-ലാണ്. അപ്പോൾ ആ ഒരു കമ്പനിയെ നമ്മളുടെ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് നാച്ചുറൽ പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ കണ്ടക്ടിങ് ബിസിനസ് ആക്ടിവിറ്റി ഇൻ UAE. ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അപ്പോൾ നമ്മളൊരു പ്രോഫിറ്റിന് ആ ഒരു മോട്ടീവ് വെച്ചിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ടുള്ളതാവാം. എന്താണെങ്കിലും ആ ആളും ടാക്സിബിൾ പേഴ്സൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ ജൂഡിക്കൽ പേഴ്സൺസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേറ്റഡ് ഇൻ UAE, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ഫോറിൻ ജൂഡിക്കൽ പേഴ്സൺ, it should be managed, it should be effectively managed and controlled in UAE, and natural persons conducting business activity. So ഇവരാണ് ടാക്സ് റെസിഡന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Then നോൺ ടാക്സ് റെസിഡന്റ്. നോൺ ടാക്സ് റെസിഡന്റ് എന്ന് പറയുമ്പോൾ a person who is not considered as resident person. അതുപോലെ തന്നെ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് UAE-ൽ. മാത്രമല്ല ഒരു നമ്മൾ UAE-ൽ നിന്ന് ഒരു സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം എന്താണ് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്? പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ചില ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ UAE-ൽ തന്നെ ഒരു ഫാക്ടറി ഉണ്ട്, അല്ലെങ്കിൽ കീ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ളവർ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബ്രാഞ്ച് UAE-ലാണുള്ളത്. പക്ഷേ ഈ ഒരു ടാക്സിബിൾ പേഴ്സൺ ആയിട്ട് നമ്മൾ നോക്കുന്ന ആള് നോൺ റെസിഡന്റ് ആണ്. ആൻഡ് ആൾക്കാണ് ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് UAE-ലുള്ള, അതായത് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ UAE-ന്ന് ഒരു സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്ന ഒരാളാണ് ഓൾറെഡി നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ ടാക്സ് പേർപ്പസിന് നോൺ ടാക്സ് റെസിഡന്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ആരാണ് ടാക്സിബിൾ പേഴ്സൺ ആരാണെന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് എത്ര റേറ്റിലാണ് നമ്മൾ ഹൗ മച്ച് എത്ര കൊടുക്കണം, നമ്മൾ ടാക്സ് എത്ര ആയിട്ടാണ് കോർപ്പറേറ്റ് ടാക്സ് എത്ര കൊടുക്കണം എന്നുള്ള കാര്യമാണ്. അപ്പൊ UAE-ലാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് വരുന്നത് 9% ആണ്. നമ്മളുടെ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു കോർപ്പറേറ്റിന്റെ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിന്റെ 9% ആണ് നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് വരുന്നത്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഹൗ ഈസ് ഇറ്റ് കാൽക്കുലേറ്റഡ്? കോർപ്പറേറ്റ് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ്
375,000 എയ്ഡിനെക്കാളും കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് ടാക്സ് ആക്ച്വലി കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 375,000 ബിലോ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 375,000 ആണെന്നുണ്ടെങ്കിൽ ആളുടെ ടാക്സ് നമുക്ക് വരെ 0%-ലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ പോലെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 475,000 AED ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് 375,000 എന്ന് പറയുന്ന നെറ്റ് പ്രോഫിറ്റ് നമ്മൾ 0%-ലാണ് കൊടുക്കുന്നത്. അതായത് ഇൻറ്റു 0%, അതായിരിക്കും 0, അതാണ് നമ്മുടെ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് വരിക. ബാക്കി റിമൈനിങ് എമൗണ്ടിന്റെ മുകളിലാണ് നമ്മൾ എന്ത് വരുന്നത്, 9% വരുന്നത്. ആൻഡ് അതിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും 9,000. അപ്പൊ ടോട്ടൽ നമ്മൾ കൊടുക്കുന്നത് 9,000 AED ആയിരിക്കും ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. സോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഹൂ ഇസ് എ ടാക്സിബിൾ പേഴ്സൺ ആൻഡ് ഹൗ മച്ച് ആൻഡ് ഹൗ ഇസ് ഇറ്റ് കാൽക്കുലേറ്റഡ് എന്നുള്ള കാര്യം നോക്കി. നെക്സ്റ്റ് നമ്മൾ ടാക്സിബിൾ പേഴ്സന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ആരാണ് അത്, ജുഡിക്കൽ പേഴ്സൺ. അത് ഫോറിൻ ജുഡിക്കൽ പേഴ്സൺ ആണെങ്കിലും യു എയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ജുഡിക്കൽ പേഴ്സൺ ആണെന്നെങ്കിലും അതുപോലെ നാച്ചുറൽ പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു. അതിൽ ഒരു ജുഡിക്കൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആളുടെ വേൾഡ് വൈഡ് ഇൻകത്തിന്റെ മുകളിലായിരിക്കും നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്നുണ്ടാവുക. ഈ വേൾഡ് വൈഡ് ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. ബിക്കോസ് ഒരു കുറേ അധികം നമ്മളിപ്പം ജുഡിക്കൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ യു എയിൽ മാത്രമായിരിക്കില്ല, ഒരു ലീഗൽ എൻറ്റിറ്റി പല കൺട്രീസിലും ഉണ്ടാവും, എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പുറത്ത്, അതായത് വേൾഡ് വൈഡ് ഇൻകം എന്ന് പറയുമ്പോൾ യു എയിൽ മാത്രമല്ല, പുറത്ത് ഫോറിൻ കൺട്രീസിൽ നമ്മൾ ഏൺ ചെയ്യുന്ന സോഴ്സിന്റെ മുകളിൽ നമ്മൾ യു എയിൽ എത്രയാണോ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്, അതോ അല്ലെങ്കിൽ നമ്മൾ ഫോറിനിൽ എത്രയാണോ കോർപ്പറേറ്റ് ടാക്സ് കൊടുത്തിട്ടുള്ളത്, ഫോറിൻ കൺട്രിയിൽ എത്രയാണോ കോർപ്പറേറ്റ് ടാക്സ് കൊടുത്തിട്ടുള്ളത്, ഈ രണ്ട് വാല്യൂസിൽ ലോവർ വാല്യൂ ഏതാണോ ആ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് വേൾഡ്, ഇപ്പൊ ജുഡിക്കൽ പേഴ്സൺസിന്റെ കാര്യത്തിൽ നമ്മുടെ വേൾഡ് വൈഡ് ഇൻകത്തിന് മുകളിലാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്നത്, പക്ഷെ നമുക്ക് അതിലൊരു കാര്യം ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ രണ്ട് വാല്യൂസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ജുഡിക്കൽ പേഴ്സൺ ആവുന്ന സമയത്ത് വേൾഡ് വൈഡ് ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ വി ആർ അലൗഡ് ടു ക്ലെയിം എ ക്രെഡിറ്റ് ഓഫ് ഫോറിൻ ടാക്സ് പെയ്ഡ്. അപ്പൊ അതിൽ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്, ലോവർ ഓഫ് ഫോറിൻ കൺട്രിയിൽ കൊടുത്തിട്ടുള്ള ടാക്സും അതുപോലെ തന്നെ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് യു എയിൽ എത്രത്തോളം കൊടുക്കാനുണ്ടോ പേബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കാര്യം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് നാച്ചുറൽ പേഴ്സൺ ആണ്. അപ്പൊ നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യു എയിൽ കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടാവും, അതിലേക്ക് നമുക്ക് വേൾഡ് വൈഡ് ഇൻകം വരുന്നുണ്ടെങ്കിൽ അതിന് ആ വേൾഡ് വൈഡ് ഇൻകത്തിന്റെ മുകളിലേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കി ഇപ്പം ടാക്സിബിൾ പേഴ്സൺ അതിൽ ഏത് ഇൻകത്തിന്റെ മുകളിലാണ് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ എത്രയാണ് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് വരുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞു. ഈ കോർപ്പറേറ്റ് ടാക്സിൽ തന്നെ നമുക്ക് ചില എക്സംഷൻസ് അവൈലബിൾ ആണ്. ചില ആളുകൾക്ക് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഈ എക്സം പേഴ്സൺസ് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഗവൺമെന്റ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡ് എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മളിപ്പം ഈ നാച്ചുറൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ബിസിനസ്. അപ്പം ബിസിനസ് എൻഗേജ്ഡ് ഇൻ എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയാണ്. ഇപ്പം മൈൻ, ഇപ്പം ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആണ് ആ ഒരു ബിസിനസ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫ്രീ ട്രേഡ് സോൺസ് ഉണ്ടാവും. അവിടെയാണ് നമ്മളുടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ആ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും എക്സംഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് വാട്ട് ഈസ് ഫ്രീ ട്രേഡ് സോൺസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മളൊരു ഇൻഡിവിജ്വൽ ആളുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ ഏൺ ചെയ്യുന്ന ഇൻകം, അതായത് ഇപ്പം ആളുടെ സാലറി ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ആയിക്കോട്ടെ, ഇതിലൊന്നും നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. 4 പോയിന്റ്സ് ആണ് വരുന്നത്. ഗവൺമെന്റ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡ് എൻറ്റിറ്റീസ് ആണ്. അതുപോലെ ബിസിനസ് എൻഗേജ്ഡ് ഇൻ എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് വരുന്നുണ്ട്. അതുപോലെ കമ്പനീസ് രജിസ്റ്റേർഡ് ഇൻ ഫ്രീ ട്രേഡ് സോൺസ് വരുന്നുണ്ട്. അതിന് ചില ബേസിക് ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന സാലറീസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് വേറൊരു കാര്യം വരുന്നതാണ് സ്മോൾ ബിസിനസ് റിലീഫ് എന്ന് പറയുന്നത്. അതായത് ഈ സ്മോൾ ബിസിനസ് റിലീഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന, അതായത് ഇലക്ട് ചെയ്യാൻ അവർ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് ക്രൈറ്റീരിയാസ് ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെലവെന്റ് ടാക്സ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് അവരെ നമുക്ക് ഒരു ടാക്സബിൾ ഇൻകം ഇല്ലാത്തതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ അതിന്റെ ബേസിക് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഒരു സ്മോൾ ബിസിനസ് റിലീഫ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിനാഷണൽ എന്റർപ്രൈസോ അല്ലെങ്കിൽ ഒരു ഫ്രീ ട്രേഡ് സോണിലോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ടാക്സിബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ടാക്സിബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ടാക്സ് റെസിഡന്റ് ആണ്, അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ടാക്സ് പീരീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇലക്ട് ചെയ്യുന്നത്, സ്മോൾ ബിസിനസ് റിലീഫ് നമ്മൾ ക്ലെയിം ചെയ്യാൻ നോക്കുന്നത്, ആ ഒരു റെലവൻറ്റ് പീരീഡിലേക്കോ അല്ലെങ്കിൽ അതിന്റെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ടാക്സ് പീരീഡിലോ നമ്മളുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 3 മില്യണിനെക്കാളും കൂടാൻ പാടില്ല. അല്ലെങ്കിൽ 3 മില്യന്റെ ബിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മോൾ ബിസിനസ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട നെറ്റ് പ്രോഫിറ്റ് അല്ല, റവന്യൂ 3 മില്യന്റെ കൂടുതലോ അല്ലെങ്കിൽ കൂടുതലാവാൻ പാടില്ല. സോ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം UAE നമ്മുടെ ഈ ഒരു കോർപ്പറേറ്റ് ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ജൂൺ 2023 മുതലാണ്. അപ്പൊ അതിന് ശേഷം തുടങ്ങുന്ന ടാക്സ് പീരീഡോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് മുതൽ തുടങ്ങുന്ന ഒരു ടാക്സ് പീരീഡോ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്മോൾ ബിസിനസ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം 2026 31 ഡിസംബറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ അതിന് മുൻപെയോ എൻഡ് ചെയ്യുന്ന ഒരു ടാക്സ് പീരീഡ് ആണെങ്കിലും, അല്ലെങ്കിൽ അതിന് മുൻപേ ഉള്ള റെലവൻറ്റ് ടാക്സ് പീരീഡ്, അതിന് മുൻപേ ഉള്ള ടാക്സ് പീരീഡ്സിലും നമുക്ക് ഈ ഒരു 3 മില്യൺ AED മാത്രമാണ് വരുന്നത് റവന്യൂ എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്മോൾ ബിസിനസ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ടാക്സും അതുപോലെ ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളത് നോക്കി. അതിൽ നമുക്ക് ഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതിൽ കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് വരുന്ന ടാക്സിബിൾ പേഴ്സൺ ആരാണ്, എത്രയാണ് നമ്മുടെ ടാക്സ് റേറ്റ് വരുന്നത്, അതുപോലെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതായിരുന്നു എക്സംഷൻസ് വരുന്ന ഈ ഒരു എൻറ്റിറ്റീസ് കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. അത് കഴിഞ്ഞിട്ട് സ്മോൾ ബിസിനസ് റിലീഫ് എന്താണെന്നുള്ളതും നമ്മൾ നോക്കി. അതാണ് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ എടുത്തിട്ടുള്ളത്.